ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി 23,000 എന്നുള്ള ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോയി 22,800 എന്നുള്ള ലെവലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ 22,750 അതുപോലെ 22,650 എന്നീ ലെവലുകളൊക്കെയാണ് സപ്പോർട്ടായി നിൽക്കേണ്ടത്. മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് ഇനി 23,000 എന്നുള്ള ഒരു ലെവൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ മാർക്കറ്റ് ഹൈലി നെഗറ്റീവായിട്ടുള്ള ഒരു സോണിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നിലവിൽ നമ്മൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എക്സ്ട്രീം ഫിയർ സോണിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് തുടങ്ങിയ എല്ലാ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ മാത്രമല്ല എല്ലാ സെക്ടോറൽ ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഒരു ടോട്ടൽ ബ്ലഡ് ബാത്താണ് ഇന്ന് മാർക്കറ്റ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രാഷിന് കാരണമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി നിലവിലുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് പ്രധാനപ്പെട്ടത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാരകമായ സെല്ലിങ് തന്നെയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് ട്രംപ് ഭരണകൂടം സൃഷ്ടിക്കുന്ന ഗ്ലോബലായിട്ടുള്ള അനിശ്ചിതത്വമാണ്. പ്രത്യേകിച്ച് വാണിജ്യ മേഖലയിൽ അമേരിക്കയുടെ പുതിയ പോളിസികൾ സൃഷ്ടിക്കുന്ന ടെൻഷൻസ് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം കൊളംബിയയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇലീഗൽ മൈഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യുമെന്നും അവർ കൊളംബിയയിലേക്ക് തിരിച്ചു പോകണമെന്നും അത് കൊളംബിയ അതിന് മുൻകൈ എടുക്കണമെന്നും ഒക്കെ ഉള്ള ട്രംപിൻ്റെ നിർദ്ദേശം കൊളംബിയ തള്ളിയപ്പോൾ അവരുടെ ഇമ്പോർട്ടിൽ 25% ഒരു താരിഫ് വർധന ഏർപ്പെടുത്തിയപ്പോൾ കൊളംബിയ അവരുടെ പോളിസി മാറ്റുകയും ട്രംപിൻ്റെ ആ ഒരു ഭീഷണിക്ക് വഴങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റി തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഡൊമസ്റ്റിക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രീ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെർവസ്നെസ് മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഒരു ജാഗ്രതയും ഒക്കെ സൃഷ്ടിക്കുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് മൊത്തത്തിൽ മാർക്കറ്റിൽ ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ നിഫ്റ്റി 500 ഇൻഡെക്സിലെ 500 സ്റ്റോക്കുകളുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 41 സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. അതുപോലും ഏകദേശം 5% എന്നുള്ള ലെവലിലാണ് മാക്സിമം നടന്ന ഒരു അഡ്വാൻസ്. എന്നാൽ 457 സ്റ്റോക്കുകൾ ഈ 500 സ്റ്റോക്കുകളിൽ ഡിക്ലൈൻ ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 17% മാക്സിമം ഡിക്ലൈൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വലിയ തകർച്ച നേരിട്ട പോപ്പുലർ ആയിട്ടുള്ള ഹൈ ഗ്രോത്ത് സെഗ്മെന്റിലുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകളിൽ ഒരു റീബൗണ്ട് സാധ്യതകളുണ്ടോ എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും വലിയ ക്രാഷ് നേരിട്ട സ്റ്റോക്ക് ആനന്ദ് രാജാണ്. അപ്പോൾ ഇതൊരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. IT പാർക്കുകൾ, ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റുകൾ തുടങ്ങി ഓഫീസ് കോംപ്ലക്സുകൾ, ഷോപ്പിംഗ് മാളുകളൊക്കെ നിർമ്മിക്കുന്ന ഡൽഹി, ഹരിയാന, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ മേഖലയിലൊക്കെയുള്ള ഒരു വളർന്നു വരുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. 22,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം 156% മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ 17% മുകളിലാണ് ഈ സ്റ്റോക്കിൻ്റെ ഡ്രോപ്പ് ഉണ്ടായത്. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകമായ നെഗറ്റീവ് ന്യൂസുകളൊന്നും നമുക്ക് വന്നതായിട്ട് കാണാൻ കഴിയില്ല. ഇനി Q3 റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടിൽ വന്ന ഡിപ്പാണോ നോക്കുകയാണെങ്കിൽ റിസൾട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ് ഇതിൻ്റെ Q3 ഏർണിംഗ്സ് റിപ്പോർട്ട് വരാൻ പോകുന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 65.9 ആണ്. ഇൻഡസ്ട്രി PE 31.7, PEG റേഷ്യോ 1.45 ആണ്. അതുപോലെ 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 45 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യുവേഷൻ റേഷ്യോകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോക്കിൻ്റെ PE വളരെ ഹൈ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു ഹൈ വാല്യുവേഷൻ ആയിരിക്കാം ഈ സ്റ്റോക്കിൽ ഇങ്ങനെയൊരു സെൽ ഓഫ് നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ അതിൻ്റെ ഹൈ ആയിട്ടുള്ള 948 എന്ന പ്രൈസ് ലെവലിൽ നിന്നും ഏകദേശം 29% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഒരു 50 എന്നുള്ള ലെവലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുക 638, 560 എന്നുള്ള ആ ഒരു ലെവലായിരിക്കും. അപ്പോൾ ആ ലെവലിലൊക്കെ ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ അതൊരു ഫ്രഷ് ബൈങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്ന ഒരു ലെവലാണ്. രണ്ടാമത്തെ വൻതോതിൽ ക്രാഷ് ആയിട്ടുള്ള സ്റ്റോക്ക് നെറ്റ്വെബ് ടെക്നോളജീസ് ആണ്. ഇന്ത്യയുടെ ലീഡിംഗ് ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് സൂപ്പർ കമ്പ്യൂട്ടർ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് കാപ്പബിലിറ്റി ഒക്കെയുള്ള ഒരു സ്റ്റോക്കാണ് നെറ്റ്വെബ് ടെക്നോളജി. 9,146 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണിത്. ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ 23% ഒരു പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഇത് 12%-ലധികം ക്രാഷ് ആയതായിട്ട് കാണാം. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. റിസൾട്ട് വളരെ ഗംഭീരമായിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 31% വർധന ഉണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 16% വർധന ഉണ്ടായിരുന്നു. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 17%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 33% ഒക്കെ വർധനമുള്ള നല്ലൊരു റിസൾട്ടാണ് ഈ കമ്പനി കാഴ്ചവെച്ചത്.
അപ്പോൾ ഇത്ര നല്ല റിസൾട്ട് ഉണ്ടായിട്ടും ഈ സ്റ്റോക്ക് ക്രാഷ് ആയതിനുള്ള കാരണം നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ഗ്ലോബലായിട്ട് AI സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ വലിയ തോതിലുള്ള സെൽ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമായത് ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അവരുടെ ലോ കോസ്റ്റ് AI സൊല്യൂഷൻ മാർക്കറ്റിനെ കീഴടക്കാൻ പോവുകയാണ്. നെറ്റ്വർക്ക് ടെക്നോളജി അതേപോലെ തന്നെ ഗ്ലോബലി NVIDIA പോലെയുള്ള സ്റ്റോക്കുകൾക്ക് വരെ ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഒരു മാസ് എൻട്രിയാണ് ഈ ഒരു ലോ കോസ്റ്റ് AI സൊല്യൂഷൻ കമ്പനി മുന്നോട്ട് വെക്കുന്ന IT സൊല്യൂഷൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വാർത്തയുടെ ചുവട് പിടിച്ചാണ് നെറ്റ്വർക്ക് ടെക്നോളജിയിൽ വലിയൊരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ നെറ്റ്വർക്ക് ടെക്നോളജി വളരെയധികം ഹൈ PE ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 90 ആണ് അതിൻ്റെ PE. ഇൻഡസ്ട്രി PE 48 മാത്രമേ ഉള്ളൂ. PEG റേഷ്യോ പക്ഷേ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. 0.95 ആണ്. 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 152 അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഹൈ PE അതിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. വർഷങ്ങളായിട്ട് അത് തന്നെയാണ് അതിൻ്റെ PE. 152 ആയിരുന്നു മീഡിയൻ PE. ഇപ്പോൾ 3060 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ സ്റ്റോക്ക് ഇപ്പോൾ 47% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഈ പുതിയ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്ന ന്യൂസുകൾ തീർച്ചയായും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ബൈ നെറ്റ്വർക്ക് ടെക്നോളജിയിൽ ഇപ്പോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇൻഡസ്ട്രി PEയോടെങ്കിലും ആ സ്റ്റോക്ക് വരുന്നത് വരെ കാത്തു നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഡീപ് സീക്കിൻ്റെ ഈ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് AI സൊല്യൂഷൻസ് ഒക്കെ എത്രമാത്രം മൊത്തത്തിൽ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. വാർത്തകളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും. വലിയ ക്രാഷ് കയറുന്ന മറ്റൊരു സ്റ്റോക്ക് കാപ്ലിംഗ് പോയിന്റ് ലബോറട്ടറീസ് ആണ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ മാനുഫാക്ചറിങ് രംഗത്തുള്ള കൂടാതെ R&D ഫെസിലിറ്റീസും ക്ലിനിക്കൽ റിസർച്ചൊക്കെ നടത്തുന്ന ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, USA പോലുള്ള രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു ഫാർമ കമ്പനിയാണ് കാപ്ലിംഗ് പോയിന്റ്. 14,550 മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 31% ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ അത് 11% ഒരു ക്രാഷാണ് നേരിട്ടത്. അപ്പോൾ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ഇതിൻ്റെ റിസൾട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസം സെക്കൻഡ് വീക്കിലൊക്കെ മാത്രമാണ്. അപ്പോൾ എന്നിട്ട് ഈ സ്റ്റോക്കിലുണ്ടായ ക്രാഷിൻ്റെ കാരണം സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. കാരണം സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 29.5 ആണ്. നമുക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു ചെറിയ PE ആണെന്ന് തോന്നാം. കാരണം ഇൻഡസ്ട്രി PE 35 മാത്രമാണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയിലെ താഴെയാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ PEG റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.4 ആണെന്ന് കാണാം. അതുപോലെ 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 19 ആണ്. അപ്പോൾ മീഡിയൻ PE വെച്ച് PEG റേഷ്യോ നോക്കിയാൽ അത് ഓവർ വാല്യൂഡ് ആണ്. കാരണം 2641 വരെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം 27% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ PEG റേഷ്യോ 1 എന്നുള്ള ലെവലിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഒരു എൻട്രി എന്ന് പറയാൻ കഴിയുക. കൂടാതെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ 200 മൂവിങ് ആവറേജ് 1793 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഡെയിലി ചാർട്ടിൽ ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം 600 രൂപ 700 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്ക് 2023 മെയ് മാസം ട്രേഡ് ചെയ്ത സമയത്ത് ഈ സ്റ്റോക്കിൽ ഒരു റാലി നടക്കുകയുണ്ടായി. ആ റാലി ഈ 200 മൂവിങ് ആവറേജിന് താഴെ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും അപ് ട്രെൻഡിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ അത് 1750 1800 ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അടുത്ത വലിയ ക്രാഷ് കയറുന്ന സ്റ്റോക്ക് ലോറസ് ലാബാണ്. ലോറസ് ലാബ് ഒരു റിസർച്ച് ഡ്രിവൺ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇതൊരു ബയോടെക്നോളജി മേഖലയിലും പ്രവർത്തിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൽ പ്രത്യേകിച്ച് ആൻറ്റി റിട്രോവൈറൽ ഓൺകോളജി ഡ്രഗ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. 28,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം 41% ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇന്ന് ഈ സ്റ്റോക്കിൽ 11% ഒരു ക്രാഷ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ക്രാഷിന് കാരണമായിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് കാണാൻ പറ്റും. അത് ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള എമർജൻസി പ്ലാൻ ഫോർ എയ്ഡ്സ് റിലീഫ്, അതായത് എയ്ഡ്സ് മേഖലയിലുള്ള ആൻറ്റിവൈറൽ മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന ഫ്രീ ആയിട്ടുള്ള മെഡിസിനും അത്തരം കാര്യങ്ങളൊക്കെ അമേരിക്ക നിർത്തിവെക്കാൻ പോവുകയാണ് എന്നൊരു പ്രസ്താവനയാണ് ഈ സ്റ്റോക്കിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ലോറസ് ലാബിൻ്റെ ആൻറ്റിവൈറൽ മെഡിസിൻസ് 46% അവരുടെ സെയിൽസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പോളിസി ചേഞ്ചസ് വരുമ്പോൾ ഈ ലോറസ് ലാബ് പോലെയുള്ള ഫാർമ എക്സ്പോർട്ട് കമ്പനിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ടെമ്പററി ഫോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്റ്റോക്കിൻ്റെ Q3 ഏർണിങ്സ് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു.
ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 299% വമ്പിച്ച ഗ്രോത്തും നമ്മൾ കണ്ടതാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 366% ഗ്രോത്തും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 15% ഗ്രോത്തും അടക്കം നല്ലൊരു റിസൾട്ടാണ് ഈ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്തിരുന്നു. അതിപ്പോൾ അതിൻ്റെ ഹോൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലൊന്നും കറക്റ്റായി നിൽക്കാത്ത ഒരു സ്റ്റോക്കായിരുന്നു. സ്റ്റോക്കിൻ്റെ PE 145 എന്ന ലെവലിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ആണെങ്കിൽ വെറും 30 മാത്രമാണ്. അതുപോലെ സ്റ്റോക്കിൻ്റെ PEG റേഷ്യോ 12 എന്നുള്ള ഹൈ PEG റേഷ്യോ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഗ്രോത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രൈസ് മൂവാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. 5 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE 32 മാത്രമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പോയത് 620 വരെ ഈ കഴിഞ്ഞ വർഷം പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വെറും 13% കറക്ഷനാണ് നടന്നിട്ടുള്ളത്. ഈ 13-ൽ 10% ഇന്ന് നടന്ന കറക്ഷനാണ്. ഇപ്പോൾ ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന തികച്ചും അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രംപിൻ്റെ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾറെഡി കമ്പനി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ സെയിൽസിനെ വലിയ തോതിലൊന്നും ഇത് ബാധിക്കില്ല എന്നാണ് അവരുടെ ക്ലാരിഫിക്കേഷൻ. 200 മൂവിങ് ആവറേജിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് ഇതിൻ്റെ പ്രീവിയസ് ചാർട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ലെവലിലേക്ക് വരികയാണെങ്കിൽ അത് 475 എന്നുള്ള റേഞ്ച് ആയിരിക്കും നമ്മൾ കാണുക. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് ഈ സ്റ്റോക്കിന് കൊടുത്തിട്ടുള്ളത് സെൽ റേറ്റിംഗ് ആണ്. അപ്പോൾ അവരുടെ ടാർഗറ്റ് ഈ 475 ആണ്. അപ്പോൾ ഈ 200 മൂവിങ് ആവറേജ് ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിരിക്കും. ആ ലെവലിൽ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ മാത്രം ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് വലിയ ക്രാഷ് കടന്ന മറ്റൊരു സ്റ്റോക്ക് CDSL ആണ്. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് എന്ന് പറയുന്ന മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഈ സ്റ്റോക്ക് നമുക്കറിയാം മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് സർവീസസ് കൊടുക്കുന്ന കമ്പനിയാണ്. ഇതൊരു മൊണോപ്പൊളി കമ്പനിയാണ്. 28,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള CDSL ഇപ്പോൾ ഒരു മിഡ് ക്യാപ് സെഗ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷം 51% വളരെ നല്ലൊരു റിട്ടേൺ നൽകിയ സ്റ്റോക്ക് കൂടിയാണ് CDSL. ആ സ്റ്റോക്കിലാണ് ഇപ്പോൾ 10% ക്രാഷ് കാണുന്നത്. അപ്പോൾ ഈ ക്രാഷിന് കാരണമായിട്ടുള്ളത് ഇതിൻ്റെ Q3 റിസൾട്ട് തന്നെയാണ്. കാരണം റിസൾട്ട് വന്നത് ഇയർ ഓൺ ഇയർ സെയിൽസിൽ 29%-ൻ്റെയും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 20%-ൻ്റെ വർധന ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 19%-ൻ്റെ ഡിപ്പും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 13%-ൻ്റെ ഡിപ്പും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിന് ഇന്നത്തെ ക്രാഷിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ ക്വാർട്ടർ മുതൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഹൈലി വളറ്റൈലായിരുന്നു. വലിയ തോതിലുള്ള സെൽ ഓഫ് നടന്നിരുന്നു. അതുപോലെ റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷനൊക്കെ കുറഞ്ഞു വന്ന ഒരു സമയം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കുറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിട്ടുണ്ടാവാം. കൂടാതെ CDSL ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് കൂടിയാണ്. കാരണം സ്റ്റോക്കിൻ്റെ PE 50.6 ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രി PE 53 ആണ്. PEG റേഷ്യോ 1.69 ആണ്. 5 ഇയേഴ്സിൻ്റെ PE ആവറേജ് നോക്കുകയാണെങ്കിൽ 44.9 ആണ്. അപ്പോൾ ആ 44.9 എന്നുള്ള ലെവലിലേക്ക് ഇതിൻ്റെ PE വരേണ്ടതുണ്ട്. അതുപോലെ PEG റേഷ്യോ 1 വരേണ്ടതുണ്ട്. ആ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കൂടാതെ ഇത് വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയ ഒരു സ്റ്റോക്കാണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത ലെവലിലാണ് ഇതിൻ്റെ PE റേഷ്യോ കാണുന്നത്. കൂടാതെ ഇതൊരു മൊണോപ്പൊളി കമ്പനിയാണ്. അപ്പോൾ വലിയ തോതിൽ കോമ്പറ്റീഷൻ നേരിടാത്ത ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും അതുപോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എത്ര കാലം നിലനിൽക്കുന്നു അത്ര കാലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 1990 എന്നുള്ള ഹൈ പോയിട്ടുള്ള ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്ന് ഇപ്പോൾ 32% താഴത്തേക്ക് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2023 ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്ത റാലി 200 മൂവിങ് ആവറേജിന് മേലെ പോയി അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്റ്റോക്ക്. പിന്നീട് ഒരിക്കലും ഈ സ്റ്റോക്ക് ആ 200 മൂവിങ് ആവറേജിന് താഴെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ചാർട്ടിൽ അത് 200 മൂവിങ് ആവറേജിന് താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരിക്കലും ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി അല്ല. ഈ ഒരു ലെവൽ തിരിച്ചു കയറുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ലോ സപ്പോർട്ട് ലെവൽ നമുക്ക് കാണാൻ കഴിയുന്ന 1100 എന്നുള്ള ലെവലാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ സ്റ്റോക്ക് എത്തുവാണെങ്കിൽ ധൈര്യപൂർവ്വം വാങ്ങിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് CDSL. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതലായിട്ടുള്ള റിസർച്ച് നടത്തണം. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.